പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിതീഷ് റാണെ രംഗത്ത്. പാകിസ്ഥാൻ ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കടുത്ത വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. NDA സർക്കാരിന്റെ സ്ഥിരതയും ദേശീയ രാഷ്ട്രീയവും ചൂടുപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിതീഷ് റാണയുടെ വിവാദ പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ സംസാരിക്കുന്നവർ പാകിസ്ഥാന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടി എന്ന രീതിയിലാണ് മഹാരാഷ്ട്രയുടെ മന്ത്രിയായ നിതീഷ് റാണെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതികരണം ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ BJPക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും രാഷ്ട്രീയ എതിരാളികളെ രാജ്യദ്രോഹികളായി തന്നെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണിതെന്നതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേരത്തെയും വിവാദ പ്രസ്താവനകളുടെ ഇടമായി തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇത്തവണയും കടുത്ത രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് നിതീഷ് റാണയുടെ ഈ ഒരു പ്രതികരണം. ഈ വിവാദം ദേശീയ തലത്തിൽ പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് ശ്രദ്ധേയമായ ഒരു ചോദ്യമായി മാറുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ചിലരാകട്ടെ പാകിസ്ഥാന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇതോടെയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ പുതിയ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളെ രാജ്യദ്രോഹികളായി തന്നെ ചിത്രീകരിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. ദേശീയ സുരക്ഷ, വിദേശ നയം, ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ രാജ്യത്തിന് ദോഷകരമാണ് എന്നതാണ് അവരുടെ വാദം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേരത്തെയും ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളുടെ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇത്തവണയും ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇത് വലിച്ചിഴക്കുന്നത്. സോഷ്യൽ മീഡിയയിലും വിഷയത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു വിഭാഗം നിതീഷ് റാണയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയെന്ന നിലയിലാണ് ഈ പ്രസ്താവനയെ വിമർശിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കടുപ്പമാകുന്ന സൂചനയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഈ വിവാദം പാർലമെന്റിലേക്കും ദേശീയ രാഷ്ട്രീയ വേദികളിലേക്കും പടരാനാണ് സാധ്യത എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.